3.86 കോടി രൂപ അനുവദിച്ചിരുന്ന സ്ഥാനത്ത് LDF സർക്കാർ 2016-21 കാലയളവിൽ 5002.13 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 3 വർഷ കാലയളവിനുള്ളിൽ തന്നെ 4917.92 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സർ, വിവിധ പ്രവർത്തനങ്ങൾക്കായി KSRTCക്ക് പദ്ധതി ഇനത്തിൽ 128.54 കോടി രൂപ അനുവദിക്കുന്നു. പഴയ ബസ്സുകൾ മാറ്റി കൂടുതൽ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കേണ്ടതുണ്ട്. കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ BS6 നിലവാരത്തിലുള്ള ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിനായി KSRTCക്ക് 92 കോടി രൂപ വകയിരുത്തുന്നു. മോട്ടോർ വാഹന വകുപ്പിന് 35.52 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിന് 5.28 കോടി രൂപ വകയിരുത്തുന്നു. ചെക്ക് പോസ്റ്റുകൾ ആധുനികവൽക്കരിക്കുന്നതിനായിട്ട് 2.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉൾനാടൻ ജലഗതാഗത മേഖലയ്ക്ക് 130.32 കോടി രൂപ വകയിരുത്തുന്നു. ജലഗതാഗത വകുപ്പിന് വകയിരുത്തിയ തുകയിൽ 22.3 കോടി രൂപ ഉയർന്ന സുരക്ഷയും ഇന്ധനക്ഷമതയുള്ള പുതിയ ഗതാഗത ബോട്ടുകൾ വാങ്ങുന്നതിനും ഫെറി സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിഹിതമാണ്. സർ, കൊല്ലം അഷ്ടമുടി, ആലപ്പുഴയിൽ വേമ്പനാട് കായൽ ടൂറിസം എന്നീ പദ്ധതിക്കായിട്ട് 2 സോളാർ ബോട്ടുകൾ വാങ്ങുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSINCയുടെ നേതൃത്വത്തിൽ പുതിയ ക്രൂയിസ് യാനത്തിൻ്റെ നിർമ്മാണത്തിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. ദേശീയ ജലപാത 3മായി ബന്ധിപ്പിക്കുന്ന ഫീഡർ കനാലുകളുടെ നിർമ്മാണത്തിനായി നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 23 കോടി രൂപ വകയിരുത്തുന്നു. സർ, കൊച്ചി മെട്രോ റെയിലിൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ